ഒരു മാസം ഒരു 3-4 മൂവി റിലീസ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 മൂവി റിലീസ് ആവുന്നുണ്ടെങ്കിൽ അതിൽ 2 പടത്തിൽ എന്തായാലും ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ? അതിനെങ്ങനെയാണ് ഇപ്പോൾ നോക്കി കാണുന്നത്? ആക്ച്വലി റസ്ന, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസവും എൻ്റെ ഒരു പടങ്ങളിൽ റിലീസായ സമയമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഒരു തോന്നൽ ആൾക്കാർക്ക് ഉണ്ട് ഞാൻ എല്ലാ പടത്തിലും ഉണ്ടെന്നുള്ളത്. പക്ഷെ അതൊരു പ്ലസ് ആണ്. അതെനിക്ക് തോന്നുന്നത് ദൈവമായിട്ട് എനിക്ക് എന്താണ് ഇവരെ കൊണ്ടൊക്കെ ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ദിസ് ഗൈ ഈസ് എ ബിസി ഗൈ. അപ്പോൾ സോ ഐ ഓൾസോ ഫീൽ ഗുഡ് വെൻ ഐ ഹിയർ ദാറ്റ് ഓക്കെ ദിസ് ഗൈ ഈസ് ബിസി ഗൈ. അപ്പം ചിലരൊക്കെ വിളിച്ചിട്ട് നീ ഇപ്പോൾ എല്ലാ പടത്തിലും ഉണ്ടല്ലോ, അപ്പം നിന്നെ വിളിച്ച് ചിലപ്പോൾ കിട്ടൂലായിരിക്കും അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാനത് ഇത് ചെയ്യാനും പോകാറില്ല. അവിടെ ശരി ആയിക്കോട്ടെ. പിന്നെ ഇതേപോലെ ഇടയ്ക്ക് എന്തൊരു വെച്ചാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എങ്ങനെയോ എന്തോ പിടിച്ച് ഞാൻ നിൽക്കിയപ്പോഴത്തേക്കും എന്തോ ബിസിനസ് പ്രൊഫൈൽ എന്തോ ആയി. അങ്ങനെ ബ്ലൂ ടിക്ക് മാർക്ക് അല്ല, എൻ്റെ നമ്പർ ആൾക്കാർ കാണാൻ തുടങ്ങി. എനിക്കറിയില്ല അത് എങ്ങനെയാണ് സംഭവിച്ചെന്ന്. അപ്പോൾ തുരുതുര കോള് വരും. അപ്പോൾ ഈ കോള് യു വോണ്ട് ബിലീവ്, എന്നെ വിളിച്ചിട്ട് ആൾക്കാർ സഹായമാണ് ചോദിക്കുന്നത്, കടമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്നൊരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ ബിസിനസ്സിൽ ഭയങ്കര ലോസ് ഉണ്ടായി. അപ്പം പക്ഷേ ആ സങ്കടത്തോടു കൂടി ഒന്നുമല്ല പറഞ്ഞു. അപ്പോൾ അതെനിക്ക് നമുക്ക് ജെന്യൂൻ ആണോ എന്നൊന്നും അറിയില്ല. അപ്പം എനിക്ക് ഒരു 5 ലക്ഷം രൂപ കടം തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഞാനങ്ങനെ ഇതാണ് ഒരുപാട് ഇൻകമൊന്നും ഇല്ല എൻ്റെ, ഇത്രയൊക്കെയാണ് എൻ്റെ ഇൻകം. അപ്പം ഇത്രയും കാശൊന്നും എനിക്ക് തരാൻ പറ്റില്ല. പിന്നെ എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിന് കൊടുക്കാൻ വേണ്ടി ഒരു ലേഡിക്ക് കൊടുത്തു. കേട്ടിട്ട് ഗ്രാൻഡ് മദറിൻ്റെ സൗണ്ട് പോലൊന്നുമില്ല, വളരെ ചെറുപ്പമായ ഒരു സൗണ്ടാണ്. പക്ഷേ എന്നെ മോനെന്നാണ് വിളിക്കുന്നത്, മോനെ സൈജു. അപ്പം എൻ്റെ പേരൊക്കെ കറക്റ്റായിട്ട് വിളിക്കുന്നത് കേട്ട് ഞാൻ അമ്മൂമ്മയാണ് വിളിക്കുന്നത്. അപ്പോൾ അതെനിക്കൊരു സന്തോഷമുണ്ടായി. അല്ലെങ്കിൽ ഷൈജു എന്ന് കുറേ പേര് വിളിക്കും. സൈജു എന്ന് കറക്റ്റായിട്ട് വിളിച്ചപ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ഞാൻ അമ്മൂമ്മയെന്നാണ് അങ്ങോട്ട് സംബോധന ചെയ്യുന്നത്. അമ്മൂമ്മ അപ്പം ഇങ്ങനെ മോൻ പറഞ്ഞു, പക്ഷേ എനിക്കിങ്ങനെ മോനിപ്പോൾ എല്ലാ പടത്തിലും ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല കാശുണ്ടാക്കുന്നുണ്ടല്ലോ, കുറച്ച് നമുക്ക് തന്നാലും തന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാരയുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സംഭവം വേണ്ട, ഇത് കുറേ പേര് വിളിക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് മാറ്റാൻ. അപ്പം അങ്ങനെ ഒന്ന് മാറ്റി. ആൾക്കാർ വിചാരിക്കും നമ്മുടെ കയ്യിൽ കുറേ കാശാണ്, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു. ആക്ച്വലി എത്രത്തോളം ബാങ്ക് ബാലൻസ് ഉണ്ട്? ബാങ്ക് ബാലൻസ് വളരെ കുറവാണ്. വീട് മേടിച്ചു, ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. ഞാൻ എന്താ സംഭവം വെച്ചാൽ ഞാൻ കുറച്ച് കാശുണ്ടാക്കി. ഓക്കെ, അപ്പോൾ സേവിങ്സ് എൻ്റെ ഇത്ര, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, 10 ലക്ഷം രൂപ ആയി, ഞാൻ ലക്ഷപ്രഭുവാണെന്നൊക്കെ ഉള്ളൊരു സാധനം. അപ്പോഴായിരിക്കും അച്ഛൻ, എടാ നീ എന്താണ് ഈ കാശ് വെറുതെ ബാങ്കിലിടാണ്ട് നീ അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, അച്ഛാ എനിക്ക് ഈ കാശ് അവിടെ ഇങ്ങനെ ഉള്ളത് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയും. ഇല്ലില്ല അത് ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലോൺ എടുത്തു. പിന്നെ വരുന്ന കാശൊക്കെ ഈ ലോൺ അടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വണ്ടി എടുക്കാൻ ഒരു മോഹം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി എടുത്തു. അപ്പോൾ വണ്ടി എടുത്തപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഹോം ലോണും ഉണ്ട്, കാർ ലോണും ഉണ്ട്. അപ്പോൾ ലിക്വിഡിറ്റി സത്യം പറഞ്ഞാൽ ഇല്ല. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഒരു വർഷം 1.5 വർഷം എടുക്കുമെന്ന് തോന്നുന്നു ഇതൊക്കെ ഞാനൊന്ന് കര കയറാൻ. ഇതൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇനി കോൾസ് ഒന്നും അധികം ചെയ്യണ്ടെന്നാണ് ചുരുക്കി പറഞ്ഞു വരണേ. കടം ചോദിച്ചാൽ ആരും വരണ്ടെന്നൊക്കെ.